ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മൺഡേ, അപ്പോൾ അതേപോലെ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ കുത്തു പൊറോട്ടയായിരുന്നു കേട്ടോ. ഡിവൈൻ്റെ വകയായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പൊറോട്ട വാങ്ങിക്കുന്ന ദിവസം ഒരു 3 കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 4 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇതേ കൊണ്ടുവന്ന ചക്കയിൽ ഒരു കഷ്ണം ഞാൻ പറഞ്ഞു അപ്പ വെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ നീറ് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും സഭ പിരിച്ചു വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തക്കാളി രസം ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. ഏറ്റവും ഈസിയുള്ള തക്കാളി രസം. അപ്പോൾ ഇന്നാളെ ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആൻറ്റി എന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. തക്കാളി ആദ്യം തന്നെ ചെയ്യുന്നത്, തക്കാളി ചെറുതായിട്ടൊന്നും വേണ്ട, അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇപ്പം നേരത്തെ കണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്നിട്ടിട്ട് ഒന്നിച്ചിട്ടൊറ്റടി അടിച്ചതിന് ശേഷം ഇത് കടുക് കാച്ചാനുള്ളതാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ എന്താ പറയുക, കടുക്, ചുവന്നമുളക്, ജീരകം, പിന്നെ കുറച്ച് പരിപ്പും അതിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി ഇടാം. കായത്തിൻ്റെ പൊടിയിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ മറ്റേ അരച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അതായത് പുളിയും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഞാനത് പറയുമ്പോൾ ഇങ്ങനെ വിട്ടുപോയി. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയറിയാം, ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒഴിച്ചതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് അതിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ആ ഇളക്കി ആ പൊടികളൊക്കെ ഒന്ന് മൂത്തുനിന്ന് കാണുമ്പോൾ നല്ല ഒന്നെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും വിരോധമില്ല, ചൂടുവെള്ളം ആയാൽ നല്ലത്. അപ്പോൾ അതോട് കൂടിയിട്ട് ആ പൊടികളുടെ പച്ചച്ചുവയും കാര്യങ്ങളൊക്കെ മാറി നല്ല എന്താ പറയുക, നല്ല കുരുമുളക് രസം. അപ്പോൾ അതിൽ കുരുമുളകാണ് മെയിനായിട്ട്, നമ്മൾ പിന്നെ വേറെ മുളകും ഒന്നും ചേർക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു കുരുമുളക് രസവും പിന്നെ നല്ല തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കേട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ. പിന്നെ വേസ്റ്റായിട്ട് ഒന്നും ഉണ്ടാവില്ല. അവസാനം നമ്മൾ തിളക്കിനോട് കൂടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇറക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റായിട്ട് ഇൻഗ്രീഡിയൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്, എനിക്കത് പെട്ടെന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, ഫസ്റ്റ് എന്ത് ചെയ്തു, സെക്കൻഡ് എന്ത് ചെയ്തു, തേർഡ് എന്ത് ചെയ്തു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയില്ലേ, അതുപോലെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് കുടിക്കാനാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൈറ്റാക്കി എടുക്കുക. അതിൽ അരിച്ച് കളയാനായിട്ട് ഒന്നുമില്ല, എല്ലാതും നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. മല്ലിയില മാത്രം മുകളിലുണ്ടാവുള്ളൂ, വേപ്പിലയും വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കടുക് അതൊക്കെ ഉണ്ടാവും, പക്ഷേ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സൂപ്പർ രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രസം വെച്ച് മീൻ വറുത്തു. ചാള, നല്ല മുഴുത്ത ചാള ഉണ്ടായിരുന്നു, അതും വറുത്തു. അത് മാത്രമായിരുന്നു ഇന്ന് ഉച്ചയിലത്തെ ഞങ്ങൾക്ക്. പിന്നെ അച്ചാർ അതും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് മതി. ഒരു ചാറും ഒരു ഉപ്പേരി ഒരു വറവും ആയിക്കഴിഞ്ഞാൽ കേമായില്ലോ. അപ്പോൾ ഇത് നമ്മളുടെ നവരത്നം. എനിക്ക് തോന്നുന്നു ഒരു 10-25 പേരെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ പുതിയ പാറ്റേൺസ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വല്ലവർക്കും കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യണ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അവർക്കത് ഡെമോനിടാനായിട്ട് എടുക്കുമ്പോൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് 1 ലെയർ, 2 ലെയർ, 3 ലെയർ, 4 ലെയർ ഇങ്ങനെയാണ്. നവരത്നമാണ് കേട്ടോ. ഇത് നല്ല തരം സ്റ്റോൺസാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല തരം സ്റ്റോൺസ് ആയാലേ പ്ലേറ്റിങ്ങിന് പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടു, നെറ്റിൻ്റെ ബോൾ ചെയിൻ്റെ അതേ ഡിസൈനിലുള്ള വള. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബോൾ ചെയിൻ ഇതുപോലെ വാങ്ങിയിട്ടുള്ളവർക്ക് ഈ വളയും കൂടി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പോൾ ഇപ്പോഴാണ് ഇത് വന്നത്, ഈ പാറ്റേൺ ഇപ്പോഴാണ് വന്നത്. ചെറിയ ബോളാണ്, ഈ മാലയേക്കാളും ചെറിയ ബോളാണ് വളയൊക്കെ ഉള്ളത് കേട്ടോ. ഇത് സ്പ്ലിറ്റ് ബാങ്കിളാണ്. അപ്പോൾ പേളിന് ഇതാണ് മാച്ച് ചെയ്യുന്നത്. ഇത് തന്നെ സ്റ്റഡും നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പേളിനും ഉണ്ട്, മറ്റേ മൾട്ടി കളറിന് റൂബിയാണ് യൂസ് ചെയ്യുക. അങ്ങനെ അതാണ് ഈ സംഭവം. അപ്പോൾ വൈറ്റിന് ഈ സ്റ്റോണിൻ്റെയും മറ്റേതിന് ഇതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മാലയായിട്ട് വാങ്ങിയവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വള പറഞ്ഞാൽ മതി, ഞാൻ അത് കാണിച്ച് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഈ ഫോട്ടോ ഉൾപ്പെടുത്തിയത്. ഇത് പിന്നെ വൈറ്റ് ഗോൾഡ്, കുറേ പേര് ഇതുപോലെ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഏറ്റവും നല്ലത് ജെൻസിന് യൂസ് ചെയ്യാനാട്ടോ. അതായത് ഒരു കണ്ണി ഇങ്ങനെ കോർത്താണ് അതിൻ്റെ പണി. കുറച്ച് ഗോൾഡാണെങ്കിൽ പിന്നെ കുറച്ച് സിൽവർ, അങ്ങനെയാണ് വൈറ്റ് ഗോൾഡ്, അങ്ങനെയാണ് അതിൻ്റേത്. അത് എല്ലാ നീളത്തിലും കിട്ടും കേട്ടോ. 6 പിടിയും 8 പിടിയും 10 പിടിയും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഉണ്ണിയാളുടെ വള വീണ്ടും വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ 4 ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവർ, അപ്പോൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ഡിസൈൻ ഉണ്ടായിന്ന് വരില്ല, കാരണം വലിപ്പ വ്യത്യാസങ്ങൾ അനുസരിച്ചാണല്ലോ. അപ്പോൾ
ഇതൊക്കെയാണ് ഡിസൈൻ ഉള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന സെയിം ഡിസൈൻ ഉണ്ടായിരുന്നു വരില്ല. പക്ഷേ കരിമണി എന്തെങ്കിലും ഉപയോഗിക്കുക. അത് ഉണ്ണികൾക്ക് ഇവിടെ ചാക്കോച്ചനും തോമോനുള്ളപ്പോൾ തോമോനും പാച്ചുവിന് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത് എപ്പോഴും നല്ലതാണ്. ചിലർ തളയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ഇത് അതിനും നല്ലതാണിത്. അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈൻ്റെ പുതിയ സ്റ്റഡുകളാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. റൂബി, ബ്ലൂ, ഗ്രീന്, റൂബി, വൈറ്റ്, ഇങ്ങനെ 4 കളറിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഉണ്ടാവും വിചാരിച്ചു, പക്ഷേ ബ്ലാക്ക് ഇല്ല, ബ്ലൂ ആണത്. അപ്പോൾ ഞാൻ ആദ്യം അത് ബ്ലാക്കാണെന്ന് വിചാരിച്ചു, പക്ഷേ ബ്ലാക്ക് അല്ല. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ തിരിച്ച് പറഞ്ഞു തന്നെ അതാണ് കേട്ടോ. അങ്ങനെ അതേ ഉച്ചയിലത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡോൺ വന്നില്ല. അപ്പോൾ ഡോണിനുള്ള ചാളയാണ് ബാക്കി അവിടെ ഒരെണ്ണം ഇരിക്കുന്നത്. അപ്പോൾ അതവന് രാത്രി കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ചോറ് തന്നെ ആവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയിലത്തെ ചോറ് ബാക്കിയൊന്നുമില്ല, എന്നാൽ കുറച്ച് ബാക്കി വരികയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തിളപ്പിച്ചൂറ്റിയ ചോറ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, നീറിയിട്ട് ചൂടുകൊണ്ട് അറിയാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, ഒരു കുഞ്ഞ് പലഹാരം ഉണ്ടാക്കി വെക്കാം വെച്ചപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹോബി ആദ്യമൊക്കെ വായനയായിരുന്നു. ഇപ്പോൾ വായന പോയിട്ട് ഇങ്ങനെ കുക്കറിയാണ് എനിക്ക് മെയിനായിട്ട്, കുക്കിങ്ങാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റഡും കാര്യങ്ങളൊക്കെ ഒതുക്കണം. അപ്പോഴേക്കും തോമൂട്ടൻ പ്ലേ സ്കൂളിൽ നിന്ന് വന്നു. എന്നിട്ട് അവിടുത്തെ ഓരോ കെട്ടിമറിച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ വിശേഷങ്ങൾ കുറേ കേൾക്കും. അപ്പോൾ ഈ ചാക്കോച്ചൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവർ മുകളിൽ പോയി ഇനിയാണ് ശരിക്കും എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങുക, ഡാഡിയൊക്കെ കിടന്ന് ഉറങ്ങുക ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങണ്ട, കാരണം ഈ ഉറക്കം എനിക്ക് രാത്രിയിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ചോറ് ബാക്കി വന്നതുണ്ടല്ലോ, ചോറ് ബാക്കി വന്നതും നാളികേരം, കുറച്ച് ഉപ്പും, പിന്നെ നമ്മളുടെ ഈ അരിപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു. കുറച്ച് ജീരകവും പിന്നെ ഉള്ളി കൂടിയിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആ ബാറ്റർ നേരെ, അപ്പം നല്ല കുറുതായ ഒരു പരുവാണ് ചോറും ഇതൊക്കെയുള്ളപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അത് നേരെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ട് നന്നായി അങ്ങനെ വെള്ളം വറ്റിച്ച് നമ്മൾ വേവിക്കാമെന്നല്ലേ മാവ് ഇങ്ങോട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജീരകവും ഉള്ളിയും ഒക്കെ ചേരുമ്പോഴുള്ള നല്ല മണം. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ പലഹാരമൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതിങ്ങനെ കാണുന്നവർ വിചാരിക്കും ഇതെന്ത് പലഹാരം ഇങ്ങനെയല്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട ഏതോ ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ട്രൈ ചെയ്യും. കുറേ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവരുടെയും ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് ഇന്ന ആളുടേതൊന്നുമില്ല, എനിക്കത് വായിച്ചിട്ട് കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കും കേട്ടോ. അങ്ങനെ കണ്ടതാണിത്. അങ്ങനെ ഞാൻ ചൂട്ടോടെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ലോണം കുഴച്ച് ഉണ്ടകളാക്കി അങ്ങോട്ട് മാറ്റി വെച്ച്. അപ്പോൾ 3, 6, 9, പക്ഷേ 11 എണ്ണം ഉണ്ടായിട്ട് നമ്മൾ 11 12 കിട്ടി. കാരണം നമുക്കറിയാമല്ലോ ഇതിങ്ങനെ മുറിച്ച് വരുമ്പോൾ ബാക്കി പീസുകൾ വന്ന് വരുമ്പോൾ അങ്ങനെ 12 എനിക്ക് കിട്ടിയിട്ടോ. അങ്ങനെ ഞാൻ അതവിടെ മൂടി വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് നിന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ ടൈം ആൻറ്റി ഇതിൻ്റെ പുറകിലാണല്ലോ എന്ന്. ശരിക്കും 2-3 ദിവസമായിട്ട് ഇവിടെ നിന്ന് എണീക്കാൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് കാണിക്കുമ്പോൾ ഫോൾഡറിൽ ഒന്നും കാണാനില്ല, ഉള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്ത് പിന്നെ തിരയുമ്പോൾ അത് ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ശരിയാവില്ല, കാരണം ഇരട്ടി പണിയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. അപ്പോൾ ഡാഡി ഇത് കഴിഞ്ഞപ്പോൾ ഒന്ന് കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇതിൻ്റെ പിന്നിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മനഃപൂർവ്വം ഒന്ന് കിടക്കില്ല എന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡിയാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ട് പോയത്, ഡാഡിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ സെക്ഷനും എന്താ പറയുക കുറേ തലതിരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഡാഡി ഞാനും ഇരുന്ന് മെനക്കെട്ടിരുന്ന് ഓരോന്ന് ചെയ്തു. അപ്പോൾ എല്ലാത്തിനും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്പർ ഇടാമെന്ന് വിചാരിച്ചു. കാരണം കണ്ടമാനം കുട്ടികളുടേതായാലും കുഞ്ഞു ജിംക്കികൾ കണ്ടമാനം വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ഉണ്ണികൾക്ക് പറ്റിയ ജിംക്കി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റഡുകളായാലും പിന്നെ എന്താ പറയുക റിങ്ങുകൾ, റൂബിയുടെ റിങ്ങൊക്കെ നല്ല പാറ്റേണുകളാട്ടോ. നമ്മുടെ ഓച്ചു സ്ഥിരം റിങ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല കുട്ടി ജിമിക്ക് ഒരു മീഡിയം സൈസ് ജിമിക്കുണ്ട്, നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ ഫോട്ടോ വ്യക്തമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഓരോന്നും ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാരി ചെയ്ത പോലെ ഇതുമ്പോൾ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നാൽ മതി. ഫോട്ടോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാരണം പണികൾ എളുപ്പമാവണമെങ്കിൽ അതേ പറ്റുള്ളൂ. ഓരോ കുട്ടികൾ ചോദിക്കുമ്പോൾ എല്ലാതും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ വെച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ.
അതുകൊണ്ടാണ്. പിന്നെ ചൂട് നമുക്ക് മെനക്കെട്ട് ഇരിക്കാനും വയ്യ. അങ്ങനെ പണിയെടുക്കാൻ ഭയങ്കര മടി തോന്നുന്ന സമയമാണ് ഈ ചൂടുള്ള സമയം. അതേസമയം തണുവുള്ള സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ഒതുക്കിയും പെറുക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ചൂടുള്ള സമയത്ത് നമുക്ക് ഒരു രക്ഷയില്ല. കാരണം എങ്ങനെ വന്നാലും ഭയങ്കര ചൂടാണ്, നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഫാനിൻ്റെ അടിയിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യണുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ചൂടും വയ്യായും പിന്നെ ഒതുക്കിയാലും കഴിയില്ല. അപ്പോൾ എനിക്ക് അലമാരിയിൽ സാധനങ്ങൾ വെക്കണമെങ്കിൽ 2-3 ദിവസം കൂടി കഴിയണം. കാരണം അതിൽ നിന്ന് ആ മറ്റേ ശരിക്കുള്ള ചെതലും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചത്തു പോകണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാത്രേ അത് രണ്ടാമത് മുളച്ച് വരില്ല. എന്നിട്ട് നമ്മൾ രണ്ടാമത് ഒന്ന് അതുമ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് വേണം നമ്മൾ തുണികൾ ഒതുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബെഡ്റൂം അങ്ങനെ അവിടെ ഇട്ടേക്കാം. ഓച്ചുവിൻ്റെ കൂടെയാണ് ഇപ്പം ഞാനും ഡാഡിയും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒതുക്കൽ മാറിയിട്ട് ഇതിൻ്റെ പിന്നിലിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ഡാഡിയും ഞാനും കൂടി ഇരുന്ന് ഓരോ ഷീറ്റുകളിലേക്ക് ആക്കി. ഒരുവിധം 100% ആയിട്ടില്ലെങ്കിൽ പോലും ഒരു 90% ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓരോന്ന് കാണാണ്ടാവണതും പിരിയില്ലാണ്ടും ഒക്കെ ഇങ്ങനെ കല്ല് പോയതും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കവറിലേക്ക് ആക്കി വെച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു 21 ഷീറ്റ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും മിക്സായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെക്ഷനാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ തിരിച്ചും മറിച്ചും കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ഇടുന്ന മൂക്കുത്തിയാണ്. മൂക്കുത്തിയോ സെക്കൻഡ് സ്റ്റഡോ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു വശത്ത് ലവിൻ്റെ വെറുതെ മൂടി ലവിൻ്റെ ഷേപ്പിൽ, ഇങ്ങനെ വശത്ത് കല്ല്, അങ്ങനെ 2-3 കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൂക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റഡായിട്ടും സാധാരണ കമ്മലായിട്ടും യൂസ് ചെയ്യാവുന്ന കമ്മലുകളാണ് കേട്ടോ. കാരണം ഇവിടെ ഡിംപിളൊക്കെ കുഞ്ഞ് സ്റ്റഡ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. ചിലർ സെക്കൻഡ് സ്റ്റഡ് അത്ര വലിപ്പമുള്ളത് ഉണ്ടാക്കും. ഇതിപ്പോൾ നവരത്നത്തിൻ്റെ നിങ്ങൾ കുറേ പേരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഒരുവിധം അങ്ങോട്ട് ഒതുങ്ങിയതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു കട്ടൻ വെച്ചു. എനിക്കും ഡാഡിക്കും കൂടിയിട്ട്. ഡാഡി അപ്പോഴേക്കൊന്ന് എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ കട്ടൻ വെച്ചു. അപ്പോൾ നമ്മളുടെ റോസ്റ്റ് ചെയ്യാണ് വെച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിശ്വാസമാണ് അത് കുടിക്കുമ്പോൾ ഒരിത്തിരി ഉഷാറ് കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, പക്ഷേ എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തന്നെ മറ്റേ ഉണക്കിയ പെറ്റൽസ് ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ചായ വെച്ചത്. അപ്പം ഞാൻ ഡാഡിയോട് ചോദിച്ചപ്പോൾ നല്ല കളറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലുണ്ട്, കാണിക്കാം കേട്ടോ ഞാൻ. അങ്ങനെ ഈ റൂബി കമ്മലുണ്ടല്ലോ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഈ കാണുന്ന വലിപ്പം, അതായത് ഒരു സെക്കൻഡ് സ്റ്റഡിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം. സാധാരണ ഇടുന്ന സ്റ്റഡ് ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ ഈ വൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സിൽവറാണ്. ഇത് കിടക്കുന്നത് സിൽവറിൻ്റെ പിന്നുള്ള ടൈപ്പാണ്. ഇതൊക്കെ പിന്നെ മൂക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റഡായിട്ടും കമ്മലായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ണികൾക്ക് ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചു കമ്മലുകളാണ് ക്രിസ്റ്റലിൻ്റെ. പിന്നെ ഇത് കുഞ്ഞ് ജിമിക്കികൾ. അങ്ങനെ എന്താ പറയുക, ജിമിക്കികളുടെ സെക്ഷൻ വേറെ നല്ലോണം ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇത് പിന്നെ പേളിൻ്റെ മാത്രം ഒരു സെക്ഷൻ, ഞാത്തികൾ മാത്രം കേട്ടോ. ബാക്കി സ്റ്റഡും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട്. ഇത് മാത്രം ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ റോസ് പെറ്റൽ വെച്ചിട്ട്. ഇത് ഞാൻ ഉണക്കിയ റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഞാൻ ചായ വെച്ചതാണ്. ഭയങ്കര ടേസ്റ്റും അതെ, ഭയങ്കര കളർ വൈസും അത് ഭയങ്കര ഭംഗിയും ഭയങ്കര രുചിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലതാണ്, എന്താ പറയുക, സൗന്ദര്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് വെച്ചിട്ടല്ല, എനിക്കെന്തോ അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഉന്മേഷം തോന്നാറുണ്ട്, ഒരു ക്ഷീണം കുറവ് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് കണ്ടോ, നല്ല ചുവപ്പ് കളറാണ് റോസ് പെറ്റലിൻ്റെ അതേ ഒരു ഇത് വന്നിട്ടാണ്. സംഭവം ഉണങ്ങിയതാണെങ്കിൽ പോലും അങ്ങനെ. അപ്പോഴേക്കും കുട്ടികളൊക്കെ എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷീറ്റിൽ എണ്ണ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മാവ് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് ഈ നമ്മുടെ ചാക്കോച്ചൻ്റെ പാൽ കുപ്പിയുടെ മൂടിയാണ് കേട്ടോ നേരത്തെ എനിക്ക് കിട്ടിയത്. അത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്തു. ശരിക്കും കുറേ കനത്തിൽ വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ എണ്ണത്തിലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കനം കുറച്ചിട്ടാണ്. എന്ന് വെച്ചിട്ട് വല്ലാണ്ട് കനം കുറവല്ല, വല്ലാണ്ടുള്ള തടിയില്ലാണ്ട് ഒരു വിധം ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ എന്തോ ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ സമയമെടുത്ത് ആരും ഇല്ലാണ്ട് നിന്ന് ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാവാറുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ കുളം തോണ്ടും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ചായ പോലും കാടിവെള്ളം പോലെയാവും ഞാൻ ആരോടെങ്കിലും സംസാരിച്ച്
ഉണ്ടാക്കിയാൽ. അപ്പോൾ അങ്ങനെ ഇത് 12 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ 2 എണ്ണം ഡോണിന് എടുത്ത് വെച്ച്. കുട്ടികളാരും തൊട്ടില്ല. അതായത് തോമു അതെ പാച്ചു എനിക്ക് തോന്നുന്നു വലിയ ഒരു കഷ്ണം കടിച്ചാവോ എനിക്കറിയില്ല. അപ്പോൾ അവരെ വിശ്വസിച്ചിട്ടൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ അത്ര ഭംഗിയില്ല എന്ന് തോന്നുന്നുണ്ട്, എന്നാലും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അവന് ഡോണിനുള്ളത് ബാക്കി വെച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അത് ബാക്കി വരും. അപ്പോൾ അതേ നിങ്ങൾ വിചാരിക്കേണ്ട ഈ നേരത്തെ ഇത് എവിടേക്കാണ് ഡിമ്പിൾ പോണേന്നുള്ളത്. ഡിമ്പിളിന് നല്ല ഉറങ്ങി എണീറ്റപ്പോൾ ഭയങ്കര തൊണ്ടവേദന, ശബ്ദം പോയി, തീരെ വയ്യ, കുറച്ച് ദിവസമായിട്ട് വയ്യ. അപ്പോൾ ഇന്ന് ഒട്ടും പറ്റില്ല. ഉറങ്ങി എണീറ്റോട് കൂടിയിട്ട് ആളാകെ ഡൗണായി. അപ്പോൾ ഡിമ്പിൾ ഓക്കെ ആയില്ലെങ്കിൽ പാച്ചുവിന് അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് വേഗം ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ അപ്പാപ്പനും ഓച്ചും പാച്ചും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അച്ഛനും ഇവിടെ നിർത്താൻ നോക്കിയപ്പോൾ പറ്റില്ല, അവന് അമ്മയുടെ കൂടെ തന്നെ പോകണം. കാരണം അവൻ ആദ്യമേ കാറിൽ കയറിയിരുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മൂപ്പർക്ക് വലിയ വിഷമമൊന്നുമില്ല. അപ്പോൾ തോമു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഡോക്ടറെ അടുത്തേക്ക് പോണ കാരണം തോമുവിന് പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവൻ കണ്ടു ഓച്ചുവിന് ശബ്ദമില്ല, ഓച്ചു ആകെ കൂടെ വിമിഷ്ടം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഓച്ചുവിന് വയ്യാണ്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ചാക്കോച്ചനും ദേ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാണ്, പുറത്തായാലും ഭയങ്കര ചൂടാണ്. അപ്പോൾ അതേ ഗേറ്റ് തുറന്നിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ തോമൂട്ടം പോയിട്ട് ഗേറ്റ് അടച്ച് കുറ്റിയിട്ട് പോന്നു. അപ്പോൾ ഞങ്ങളതിവിടെ നിന്നിട്ട് ക്ലാപ്പ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. അവൻ വലിയ കുട്ടിയായി എന്നൊരു തോന്നൽ വന്നു. ആദ്യമായിട്ടാണ് അവൻ, ഒന്നാമത് പേടിയാണ്, അങ്ങനെ പോവില്ല ഗേറ്റിൻ്റെ അവിടേക്ക്. പക്ഷേ ഇന്ന് പോയി ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്ത് മൂപ്പരുതേ ഓടി വരണം. അപ്പോൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു സന്തോഷമാണ് അവൻ്റെ മുഖത്തിട്ടാം. അപ്പം ഞങ്ങളും അതെ, അവനെ അങ്ങോട്ട് എന്താ പറയുക, വലിയ കുട്ടിയായി, ഗുഡ് ബോയ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ആ സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വലിയ കുട്ടിയായി, ഇനി അപ്പം വരുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ആളായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഗമയായി മൂപ്പർക്ക് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ്റെ ഹോബിയാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത്. അപ്പോൾ അവർ വരണ വരയ്ക്ക് ഞങ്ങളിതേ അവിടെ ടി വി വെച്ച്, ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളും അറിയാമല്ലോ, എൻ്റെ സ്ഥിരം സ്ഥലം അവിടെയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അടുത്ത ഒരു പരിപാടിയിലേക്കായിട്ട് നീങ്ങി. അപ്പോൾ നമ്മുടെ തോമുവിൻ്റെ ഡാൻസാണ്. തോമുവിന് എപ്പോഴും അതെ പാട്ട് വെച്ച ഡാൻസ് ചെയ്യണം. അപ്പോഴേക്കും ഓച്ചും പാച്ചുമൊക്കെ മടങ്ങി വന്നു. ഓച്ചുവിന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പാച്ചുവിന് ഓക്കെയാണ്. അവനെ നാളെ പ്ലേ സ്കൂളിൽ ഇവിടെ, ഇന്ന് അവനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ വിടാമെന്ന് പറഞ്ഞു. കാരണം ഇനി വെറുതെ കൂടെ നിർത്തിയിട്ട് ഇല്ലാത്ത സുഖേട് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ടി വിയുടെ മുമ്പിലാണ് കേട്ടോ. അവിടെ ഡാൻസാണ് രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ തോമുവിന് ഭയങ്കര ഇൻട്രസ്റ്റ്, അറിയാമല്ലോ നിങ്ങൾക്ക്. തോമുവിന് ഡാൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ തൊട്ടുള്ളതാണ്, ഭയങ്കര ഇഷ്ടമാണ്. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനൊന്നും കളിക്കില്ല, പക്ഷേ ചിലത് വരുമ്പോൾ അവനും ഉഷാറാവട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ചൂടായ കാരണം കുട്ടികളെ പുറത്തേക്ക് ഇറക്കാനും വയ്യ, അകത്തേക്ക് നിർത്താനും വയ്യാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ചാക്കോച്ചനാണെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഒരേ കരച്ചിലാണ്. കാരണം ചൂടെടുത്തിട്ട് അവന് ഒട്ടും സമ്മതിക്കില്ല. താഴെ വരുമ്പോൾ കരഞ്ഞിട്ട് ഒരു സ്വസ്ഥതയില്ല. കാരണം ഹോളിലത്തെ ഞാൻ പറഞ്ഞില്ലേ AC കംപ്ലൈൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻ എങ്ങനെ ഇട്ടിട്ടും ഒരു കാര്യമില്ല. പുറത്തുനിന്ന് ആ വെളിമ്പറമ്പായ കാരണം അവിടെ നിന്ന് ശരിക്കും ചൂടകത്ത് കയറിയിട്ട് അകം ഫുൾ ചൂടാണ്, എപ്പോഴും ചൂടാണ് കേട്ടോ ഹോളിൽ. അപ്പോൾ അങ്ങനെ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവരെ പുറത്തേക്ക് ഇറക്കാൻ വയ്യ. റൂമിൽ നിന്ന് എപ്പോഴും റൂമിൽ നമുക്ക് അടച്ചു കൂട്ടി ഇരുത്താൻ പറ്റില്ലല്ലോ. ഇപ്പോൾ തോമുവായാലും പാച്ചു ആയാലും ശരിക്കും ഊണ് കഴിഞ്ഞ് കയറ്റി കഴിഞ്ഞ് ഒരു 6:30-7 ആകുമ്പോഴാണ് അവർ പുറത്തേക്ക് റൂമിൻ്റെ പുറത്തേക്ക് തന്നെ കൊണ്ടുവരുന്നത്. അതുവരെ പൂട്ടിയിടുകയാണ് റൂമിൻ്റെ ഉള്ളിൽ. കാരണം അത്രയും ചൂട് കുറയില്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ രണ്ടാളുടെയും കൂടിയുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ അവർ പാട്ട് വെച്ചപ്പോൾ ഒപ്പം പാച്ചു കിടന്നിട്ട് പാടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ ഇടവേള അറിയാലോ, ഞങ്ങളുടെ സമയം ഒരു 7-7:30 കൂടിയിട്ട് തുടങ്ങി ഒരു 9 മണി വരെ ഇതാണ് ഇവിടെ നമ്മുടെ വീട്ടിലെ അംഗം. അപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ചിലത് കഴിക്കും, ചിലത് കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരവിടെ ഇരിക്കണ നേരം കൊണ്ട് രാത്രിയിലേക്ക് ഞാൻ ഇന്നിപ്പോൾ ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി, ചൂടുള്ള കാരണം കഞ്ഞി വേണ്ട, ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, മാങ്ങ ഇരിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു ചമ്മന്തി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഉണക്ക ചെമ്മീനും പിന്നെ നമ്മുടെ മുഴുവൻ മുളകും കൂടിയിട്ട് വറുത്തു. അത് കഴിഞ്ഞ് മാങ്ങയും ചുവന്നുള്ളിയും പിന്നെ എന്തിട്ടണ ഉപ്പും അത്ര തന്നെയുള്ളൂ കൂടിയിട്ട് നല്ലോണം അടിച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതാണ് ചമ്മന്തി കേട്ടോ. അങ്ങനെ രാത്രി രസവും ചമ്മന്തിയും, ഇന്നലെ നമ്മുടെ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചണയുടെ സാലഡ്, അപ്പോൾ അതും കൂടി എടുത്ത് ഞങ്ങൾ രാത്രി അച്ചാറുകളുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. അപ്പോൾ ഡോണ്ട ചാള ഉച്ചേലത്തെ എടുത്ത് പുറത്ത് വെച്ചു.
അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് ഡോൺ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോണിൻ്റെ ചായയും പിന്നെ ഞാൻ ഉണ്ടാക്കിയതും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ ഇപ്പം ഞാൻ ദേ എടുത്ത് കുടിച്ചു. മറ്റേത് ഞാൻ വിചാരിച്ചു, അവൻ പറഞ്ഞു നാളെ രാവിലെ കഴിക്കാം മമ്മി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നാളെ കഴിക്കാൻ വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ കുട്ടികൾ എല്ലാം കഴിഞ്ഞ് ദേ സുഖമായിട്ട് അവരൊക്കെ കിടക്കാൻ പോയി. ഞാൻ പതിവ് പടി അവർ കിടന്നതിന് ശേഷം, അറിയാലോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് പോയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെ അവരൊക്കെ ദേ പോയി. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കണം. ദേ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പട്ടികൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ദേ ഒരേ ഭാഗം നമ്മളൊന്ന് എല്ലാ ദിവസവും ക്ലിയർ ചെയ്ത് വന്നാൽ നമ്മൾ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ കാണണമെങ്കിൽ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഫിൽറ്ററിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഒഴിച്ചു. അങ്ങനെ നേരെ ദേ അടുക്കളയിൽ വന്നു. പാത്രങ്ങളൊക്കെ ദേ അതാത് സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെച്ചു. ഇന്നത്തെ എൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞു. അപ്പോൾ ഒരു ചൂല് അതിൻ്റെ ഇതിൽ നിന്ന് ഊരി വീണതാണ് കേട്ടോ അത്. അങ്ങനെ ദേ സമയം 11 മണിയായി. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കിടന്നാൽ എനിക്ക് നാളെ രാവിലെ ഇത്തിരി വൈകി എണീറ്റാലും ഡാഡിക്ക് ആ സമയം കൊണ്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാതും ഓക്കെയായി, ഓർഡർ ഇന്നതാണെന്നൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ ദേ വന്ന് കിടക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്ക് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.